കോഴിക്കോട് KSRTC ബസിന്റെ ചില്ല് തകർത്ത സംഭവത്തിൽ വ്യാജ പ്രചരണവുമായി UDF BJP സഖ്യം. ചില്ല് തകർത്ത യുവതി DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫിന്റെ ഭാര്യയാണെന്നാണ് വ്യാജ പ്രചരണം നടത്തുന്നത്. അതേസമയം നുണകൾ കൊണ്ട് പൊതുബോധം സൃഷ്ടിക്കുന്ന തന്ത്രമാണ് UDF BJP കേന്ദ്രങ്ങൾ നടത്തുന്നതെന്ന് വസീഫ് പറഞ്ഞു. വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റും വ്യക്തമാക്കി. ഇന്നലെയാണ് KSRTC ബസ് നിർത്തണം എന്നാവശ്യപ്പെട്ട് ബസിന്റെ ചില്ല് തകർക്കുന്ന പെൺകുട്ടിയുടെ വീഡിയോ പ്രചരിപ്പിച്ചത്. എന്നാൽ പെൺകുട്ടി DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫിന്റെ ഭാര്യയാണെന്ന പേരിലാണ് UDF BJP കേന്ദ്രങ്ങളുടെ വ്യാജ പ്രചാരണം. ചാനലുകളുടെ വ്യാജ കാർഡുകൾ വെച്ച് ലീഗും BJPയും ഒരുപോലെ വ്യാപകമായി നുണ പ്രചരിപ്പിക്കുകയാണ് എന്നും മുഖമുള്ളതും ഇല്ലാത്തതുമായ അക്കൗണ്ടുകളിൽ വ്യാപക പ്രചാരണം നടക്കുന്നതായും V വസീഫ് പറഞ്ഞു. ഒരു യുവതി KSRTC ബസ്സിൽ ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പക്ഷേ ആ സ്ത്രീ DYFI നേതാവ് വസീഫിന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് വലിയ പ്രചരണം വരിക. കോൺഗ്രസിന്റെ പത്തനംതിട്ടയിലെ DCC സെക്രട്ടറി അവർ ഈ പോസ്റ്റർ എടുത്ത് പ്രചരിപ്പിക്കുന്ന തരത്തിൽ പോസ്റ്റ് ഇട്ടു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നിട്ടാണ് ഈ DCC സെക്രട്ടറിയൊക്കെ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത്. ഈ വ്യാജ പ്രചരണങ്ങൾക്ക് ഈ സമൂഹത്തിൽ ചില സ്വാധീനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ്, ലീഗ്, BJP സൈബർ ഹാൻഡിലുകൾ നടത്തുന്ന ഹീനമായ വ്യാജ പ്രചാരണത്തിൽ DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിഷേധം അറിയിച്ചു. സംഭവത്തിലെ വ്യക്തിയുമായി വസീഫിനോ കുടുംബത്തിനോ യാതൊരു ബന്ധവുമില്ല എന്ന വാസ്തവം അറിഞ്ഞുകൊണ്ട് കോലീബി സഖ്യം നുണ ഏറ്റുപിടിക്കുകയാണ് എന്നും DYFI സംസ്ഥാന സെക്രട്ടറി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾക്കായുള്ള ഇടപെടലും പ്രതിഷേധവും ഉയർത്തുമെന്നും DYFI സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, കോഴിക്കോട്.